വെള്ളിയാഴ്ച ജുമുഅയും പെരുന്നാളും ഒപ്പം വന്നാൽ അവിടെ ജുമുഅ നിർബന്ധമുണ്ടോ ഇല്ലേ എന്ന വിഷയം ഇപ്പൊ സോഷ്യൽ മീഡിയ സജീവമാണ്. മനുഷ്യന്മാർക്ക് ആ ഫത്വ, ആ ഒരു വിഷയം പഠിക്കാൻ അതൊരു അവസരമായി മാറി. തർക്കമില്ലാത്ത വിധം 5-6 ഹദീസിൽ സ്ഥിരപ്പെട്ട വിഷയമാണ്. ഏതെങ്കിലും ഒരു ഹദീസ് വന്ന ഒരു പദപ്രയോഗം മാത്രമല്ല, വ്യത്യസ്തമായ ഹദീസ് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. 1-2 ഞാൻ പറയാം. ഏതെന്നാലും ആ ചർച്ച വന്ന സ്ഥിതിക്ക് നമുക്ക് ആ വിഷയം പഠിക്കാൻ ഒരു അവസരമാണ്. സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു മുആവിയ ഇബ്നു അബൂ സുഫിയാൻ ചോദിക്കുകയാണ്, ഹൽ ശഹീദത മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദൈനി ഇജ്തമഅ ഫീ യൗമിൻ വാഹിദ്. ഒരു ദിവസം 2 ഈദുകൾ സംഗമിച്ചതിന് നബിയോടൊപ്പം നീ സാക്ഷിയായിട്ടുണ്ടോ എന്ന് അബൂ സുഫിയാൻ ചോദിക്കുന്നു സയ്യിദ് ഇബ്നു അർഖമിനോട്. അപ്പോൾ സയ്യിദ് ഇബ്നു അർഖം പറഞ്ഞു, നഅം, അതെ, ഞാൻ നബിയോടൊപ്പം അങ്ങനെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അബൂ സുഫിയാൻ ചോദിച്ചു, കൈഫ സനഅ, അന്ന് നബി എങ്ങനെ ചെയ്തു ചോദിച്ചു. 2 ഈദാണ്, ജുമുഅയും പെരുന്നാളും. ഒരു ദിവസം 2 കൂടെ സംഗമിച്ചപ്പോൾ നബി എന്താണ് എങ്ങനെയാണ് ചെയ്തത്? അപ്പൊ സയ്യിദ് പറഞ്ഞിരിക്കുകയാണ്, സ്വല്ലൽ ഈദ, നബി ഞങ്ങൾ ഈദ് നിസ്കരിച്ചു, പെരുന്നാൾ നിസ്കരിച്ചു. സുമ്മ റഖസ ഫിൽ ജുമുഅത്തി, എന്ന് ജുമുഅയുടെ വിഷയത്തിൽ നബി ഞങ്ങൾ ഇളവ് നൽകി. ഫഖാല, ഇളവ് നൽകിക്കൊണ്ട് നബി ഞങ്ങൾ പറഞ്ഞു, മൻ ശാഅ യുസല്ലിയ ഫൽയുസല്ലി, ജുമുഅ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവർ നിസ്കരിച്ചു കൊള്ളട്ടെ എന്ന് നബി പറഞ്ഞു, ഇളവ് തന്നു. അവിടെ ദൂരത്തിൽ നിന്ന് മനുഷ്യന്മാരെന്നോ നാട്ടിലേക്കില്ലാന്നോ അതൊന്നും ഇല്ല. നബി ഞങ്ങളെയും കൂട്ടി പെരുന്നാൾ നിസ്കരിച്ചു എന്ന് നബി ഇളവ് തന്നിട്ട് പറഞ്ഞു, ഇനി ഉദ്ദേശിക്കുന്നവർ ജുമുഅ നിസ്കരിക്കട്ടെ. ഇമാം അഹ്മദ്, അബൂ ദാവൂദ്, നസായി, ഇബ്നു മാജ, ദാരിമി, ഹാക്കിം എന്നിവരെല്ലാം ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ് അത്. രണ്ടാമത് മറ്റൊരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഖദ് ഇജ്തമഅ ഫീ യൗമികും ഹാദാ ഈദാനി, ഇന്ന് നിങ്ങളുടെ ഈ ദിവസത്തിൽ 2 ഈദുകൾ സംഗമിച്ചിരിക്കുന്നു, പെരുന്നാളും ജുമുഅയും. അതിനാൽ ഫമൻ ശാഅ അജ്സഅഹു മിനൽ ജുമുഅത്തി, ഒരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന് ജുമുഅക്ക് പകരം ഇത് മതിയാവുന്നതാണ്, സംഭവമാണ്. ഇങ്ങനെ ധാരാളം ഹദീസുകളും സ്വഹാബത്തിന്റെ അധ്യാപനമെല്ലാം വന്ന വിഷയമാണ്. അത് നമ്മൾ വളരെ ഒരു ക്ലാസ് മാത്രം പറഞ്ഞു പോയ ഒരു ഒറ്റ വാക്കോ ഒരു അബദ്ധം പറ്റിയതോ ഒന്നുമല്ല. പക്ഷെ നബിതങ്ങൾ നിർബന്ധമില്ലാതെ പറഞ്ഞ സംഗതി നമുക്ക് നിർബന്ധാക്കാൻ വകുപ്പുണ്ടോ? ഇവിടെ കാര്യം ഗൗരവമാണ്. ഇത് സുന്നി മുജാഹിദ് വിഷയമൊന്നുമല്ല. മാത്രമല്ല ഇതെന്ന് വെച്ചാൽ ഇപ്പോ മുമ്പേ പറഞ്ഞ പോലെ വിഷയമാണ്. ഹുസൈൻ സാഹിബിന്റെ പ്രസംഗം വിശദീകരണം എത്ര വന്നു, പഴയ പ്രസംഗങ്ങൾക്ക് വന്നു. റഹ്മത്തുള്ളാഹി ഖാസിയുടെ പ്രസംഗം വരെ വന്നു. നബി അന്ന് പറഞ്ഞത് അത് സ്വകാര്യമാണ്, ഉണ്ടണ്ടാതെ അത് സ്വകാര്യമാണ്. അത് ശരിയാണ്. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ആരെങ്കിലും വരാക്കൊന്ന ഉദ്ദേശമായിരിക്കാം അദ്ദേഹത്തിന്. അപ്പൊ ഏതായിരുന്നാലും ഇത് അങ്ങനെ ഒരു ആക്ഷേപിക്കേണ്ട വിഷയമൊന്നുമില്ല.